മീര ചേച്ചി എങ്ങനെയുണ്ട്? കൊള്ളായിരുന്നു. ഞാൻ കുറച്ച് ധൃതിയിലാണ്, അതുകൊണ്ടാണ്. നല്ല സിനിമയായിരുന്നു. താങ്ക് യു. നല്ല ഫിലിം, ആത്മസഹമാണ്. നല്ല ഫിലിം, രസമുണ്ട്, കോമഡിയാണ്, വളരെ എൻ്റർടൈനിങ് ആണ്, ടൈം പോകുന്നത് അറിയുന്നില്ല. എന്തായാലും എല്ലാവർക്കും ഒരു വൺ ടൈം വാച്ചബിൾ മൂവിയാണ്. ഓക്കെ, ഗംഭീരമായിട്ടുണ്ട്, ത്രൂ ഔട്ടുണ്ട്, നല്ല വേഷമുണ്ട്, വെറൈറ്റി സബ്ജക്റ്റാണ്, നന്നായിട്ടത് മേക്ക് ചെയ്തിട്ടുണ്ട്, നല്ല രസമുണ്ട്. എല്ലാവർക്കും ഫാമിലിക്ക് എൻ്റർടൈൻ ചെയ്യാവുന്ന ഒരു സിനിമയാണ്. എല്ലാവരും കാണുക. ഓക്കെ, താങ്ക് യു. വളരെ നല്ലൊരു പടമാണ്. അതായത് രാഷ്ട്രീയവും അതുപോലെ തന്നെ നർമ്മവും കുടുംബ ബന്ധങ്ങളുടെ ഇതുമെല്ലാം മനോഹരമായിട്ട് കലർത്തി ചെയ്തിരിക്കുന്ന ഒരു പടമാണ്. ഒരു സമ്പൂർണ്ണ വിജയമായിരുന്നു. ഒരുപാട് പേര് ഉണ്ട്, എല്ലാവരും വന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. ഞാൻ ആദ്യം ഇങ്ങോട്ട് ഇറങ്ങിപ്പോകുന്നുള്ളൂ. ഞാനും ഈ ചിത്രത്തിൽ അഭിനയിച്ചിട്ടുണ്ട്. ഞാൻ അത് പുരാവസ്തു ഗവേഷകൻ്റെ റോളിലാണ് അഭിനയിച്ചിട്ടുള്ളത്. നല്ലൊരു പ്രമേയം വളരെ മനോഹരമായിട്ട് അവതരിപ്പിക്കാൻ കഴിയും. ഇതിനകത്ത് രഞ്ജി പണിക്കർ സാറ് പോലെ ഗോപു കിരണും ഒക്കെ വളരെ മനോഹരമായിട്ട് ഈ ചിത്രത്തിൽ ഇത് ചെയ്തിട്ടുണ്ട്. സമ്പൂർണ്ണ വിജയമാണ് ഈ ചിത്രം. ധാരാളം പേര് ഇത് കാണാൻ വേണ്ടിയിട്ട് ഇന്ന് ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. കേരളത്തിലെ വിവിധ ഭാഗങ്ങളിൽ റിലീസ് ചെയ്തിട്ടുണ്ട്. മനോഹരമായ ചിത്രം, കുടുംബ ചിത്രമാണ്. എല്ലാവരും ഇത് കാണണം. തീർച്ചയായിട്ടും ഈ വിജയകരമായ ചിത്രത്തിൻ്റെ വിജയാശംസകൾ നേരുകയാണ്. എൻ്റെ എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ വളരെ നല്ല ഒരു മൂവിയായിരുന്നു. എൻ്റെ ഫസ്റ്റ് പടമാണ്. എന്നെ ഇതിലേക്ക് കൊണ്ടുവന്നത് സൂരജ് സുകുമാരൻ എന്നായിരുന്നു പറഞ്ഞത്. അതിൻ്റെ ഒരു കൂട്ടുകാരനാണ്. സുഹിത്തേട്ടനായിരുന്നു ഇത് ആദ്യമായിട്ട് ഇത് സംവിധാനം ചെയ്തത്. പക്ഷെ അതിനുശേഷം ചെറിയ പ്രശ്നങ്ങളൊക്കെ ആയി ഗോപിച്ചേട്ടൻ്റെ കയ്യിലായി. പക്ഷേ എങ്കിലും അത്യാവശ്യം ഒരു ഫിലിമിൻ്റെ എക്സ്പീരിയൻസ് എനിക്ക് കിട്ടി. പിന്നെ പടം വളരെ നല്ല പടമായിരുന്നു. രഞ്ജു സാറ് നല്ല സൂപ്പറായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. നല്ലൊരു പടമായിരുന്നു. അത് കണ്ടു കഴിഞ്ഞാൽ മാത്രമേ എൻ്റെ എക്സ്പീരിയൻസ് മനസ്സിലാവുള്ളൂ. ഇമോഷണലാണ്, അതുപോലെ തന്നെ നല്ല കോമഡിയുണ്ട്. ഇപ്പോൾ ഈ വെട്ടും കുത്തും കഞ്ചാവും കാണിക്കുന്ന ഓരോ പടങ്ങൾ വിജയിക്കുന്നുണ്ട്. പക്ഷേ കുടുംബമായിട്ടുള്ള ഒരു പടം ഞാൻ കുറേ നാളായി കണ്ടിട്ട്. ഇപ്പോൾ അതിന് കുറേ നാളിന് ശേഷം ഈ ഒരു പടം ആദ്യമായിട്ടാണ് കാണുന്നത്. നല്ലൊരു പടമായിരുന്നു. ഫുള്ളായിട്ട് ഒരു ഹ്യൂമറും എല്ലാം കൂടി ചേർത്തൊരു സിമ്പിൾ, കുഴപ്പമില്ല, നന്നായിരിക്കുന്നതാണ് അഭിപ്രായം. ഫസ്റ്റ് ഷോ അല്ലേ, അപ്പം ബാക്കിയോട് നോക്കാം. കൊള്ളാം. കുറച്ച് കാലത്തിന് ശേഷം പുള്ളി നല്ലതായിട്ട് വരുന്ന ഒരു മൂവിയാണ്. അത്യാവശ്യം പുള്ളിയുടെ ഒരു റേഞ്ച് അതിൽ കാണിക്കുന്നുണ്ട്. ഇത് എൻ്റെ മൂന്നാമത്തെ സിനിമയാണ്, ആത്മസഹോ. ഡെഫിനറ്റ്ലി നല്ലൊരു സിനിമയാണ്, എൻ്റർടൈനറാണ്. സോ എല്ലാവരും കാണണം ആൻഡ് സപ്പോർട്ട് ചെയ്യണം. ഒരു ചെറിയ സിനിമയാണ്, പക്ഷേ ഡെഫിനറ്റ്ലി എല്ലാവർക്കും ഒരു എൻ്റർടൈനർ ആയിരിക്കും എന്ന് വിശ്വസിക്കുന്നു. ദാറ്റ്സ് ഇറ്റ്. താങ്ക് യു. രഞ്ജീവ് സാറാണല്ലോ ഈ സിനിമേൻ്റെ ഒരു മെയിൻ വൺ ഓഫ് ദി ഹൈലൈറ്റ്സ് എന്ന് പറയുന്നത്. സാറിൻ്റെ കൂടെ അങ്ങനെ ഒരു സിനിമ ചെയ്യാൻ പറ്റിയത് ഡെഫിനറ്റ്ലി എൻ്റെ ഒരു കരിയറിൻ്റെ തുടക്കത്തിൽ എനിക്കൊരു വലിയ ഭാഗ്യമായിട്ട് തോന്നുന്നു. ആൻഡ് ഓൾസോ എല്ലാവരും ഇതിലുള്ള എല്ലാ കോമഡി ആർട്ടിസ്റ്റും നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമുള്ള ആൾക്കാരാണ്. എല്ലാവരും നല്ല പെർഫോമൻസ് തന്നെയാണ്. ഞാൻ ഒരു പാർട്ടും ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് തന്നെ ആസ് എ വ്യൂവർ എന്ന് ഇതിൽ പറയുന്നില്ല. പക്ഷെ ഫുൾ കോമഡി എൻ്റർടൈനറാണ്. നമ്മൾ ഫിലിമിനെ സപ്പോർട്ട് ചെയ്യും. ഒരു ചെറിയ ഫിലിം എന്ന് പറയുന്നത് ഒരു ബിഗ് ഫിലിം തന്നെയാണ്. എല്ലാ ആർട്ടിസ്റ്റ് വാല്യൂം ഉണ്ട് ഇതിൻ്റെ അകത്ത്. വൺ ടൈം വാച്ചബിൾ ആണ്. കുറച്ച് നിങ്ങൾക്ക് ഒരു മീൻസ് എന്താ പറയുക, ഫുൾ കോമഡി ഫൺ എൻ്റർടൈനിങ് ആണ്. എല്ലാവരും മസ്റ്റ് വാച്ച് കാണുക വൺ ടൈം. കുഴപ്പമില്ല, നല്ല സിനിമയായിരുന്നു, ഇഷ്ടപ്പെട്ടു. നല്ലതായിരുന്നു, നല്ല സിനിമ. അല്ല, ഇതൊരു നല്ല ഒരു എന്താണെങ്കിലും ഒരു കോമഡി സ്റ്റൈലിലാണിത് കംപ്ലീറ്റ് പോകുന്നത്. ഒരു കോമഡി സിനിമ ആയിട്ടാണ് എനിക്ക് തോന്നിയത്. സീരിയസ് പടമാണെങ്കിലും കോമഡി ആയിട്ടാണത്. അല്ല, കൂടുതലും കണ്ടിട്ടില്ലാത്ത നടന്മാരാണെങ്കിലും നന്നായിട്ട് അഭിനയം നന്നായിരുന്നു. വളരെ മനോഹരമായിട്ട് ഈ സിനിമ ചെയ്തെടുത്തിട്ടുണ്ട്. നല്ല 2 സോങ്സ്, നല്ല രസകരമായ സോങ്സ്. പിന്നെ ഈ പറയുകയാണെങ്കിൽ കുടുംബ പ്രേക്ഷകർ ഒത്തിരിയേറെ ഇഷ്ടപ്പെടാൻ സാധ്യതയുള്ള നല്ലൊരു സിനിമ. കാരണം ഇപ്പോൾ ഇവിടെ എയറിസ് ഫ്ലെക്സിലും ലുലുലും ഉണ്ട്. ലുലുവിൽ PVRലും ഞങ്ങൾ കാണുന്നുണ്ട്. ഇന്നുമുണ്ട്. എനിക്കൊന്നും കൂടി ഈ സിനിമ കണ്ടാൽ കൊള്ളാമെന്നുണ്ട്. കാരണം അതിലെ കോമഡികൾ കുറേ കൂടെ നല്ല രസകരമായിരുന്നു. നെൽസൺ ചേട്ടനുണ്ടായിരുന്നു. നെൽസൺ, പിന്നെ അരിസ്റ്റോ സുരേഷ്, ജയചന്ദ്രൻ, കുറേ ആൾക്കാർ വളരെ മനോഹരമായിട്ട് സീൻസും ചെയ്തിട്ടുണ്ട്. സിനിമ വളരെ രസകരമായിട്ട് കൊണ്ടുപോയിട്ടുണ്ട്. തുടക്കം മുതൽ അവസാനം വരെ നമുക്ക് നല്ലൊരു എൻ്റർടൈനറാണ്. ഒരു കുടുംബ ചിത്രമാണ്, ഒരു ഫാമിലിക്കകത്ത് സംഭവിക്കുന്ന മനോഹരമായ ഒരു സിനിമ. അടിപൊളിയാണ്. കാരണം ഏറ്റവും രസകരമായ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഈ അടുത്ത കാലത്ത് നമ്മൾ ഏറ്റവും കൂടുതൽ കേൾക്കുന്ന ഈ വയലൻസ്, ത്രില്ലർ എന്ന് പറയുമ്പോൾ ഒത്തിരിയേറെ വയലൻസും കുട്ടികൾക്ക് വളരെ ഞങ്ങൾ ഇരുന്നതിൽ
പ്രേക്ഷകരായിട്ട് ഫാമിലി ഉണ്ടായിരുന്നു. അപ്പോൾ ആ കുഞ്ഞുങ്ങൾ ചിരിക്കുന്ന കാണുമ്പോൾ നമുക്ക് തന്നെ സന്തോഷം തോന്നുന്നുണ്ട്. വളരെ നന്നായിട്ട് ആ കോമഡീസും വർക്കൗട്ട് ചെയ്തിട്ടുണ്ട്. ശരിക്കും തിയേറ്ററിൽ തന്നെ വന്ന് ഒരു കുടുംബമായിട്ട് കാണാൻ പറ്റിയ നല്ലൊരു സിനിമയാണ് ആത്മസഹോ.